മധുരക്കയും കൊണ്ട് ഇതുപോലുള്ള ഒരു ചട്നി കൂട്ടിയിട്ടുള്ള പലഹാരം കണ്ടിട്ടുണ്ടാവില്ലല്ലോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള മധുരക്കിഴങ്ങ് പൊരിച്ചത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഒരു ഫുള്ള് മധുരക്കിഴങ്ങ് എടുത്ത് വൃത്തിയായി കഴുകിയതിന് ശേഷം നല്ലപോലെ തൊലി കളഞ്ഞിട്ട് നല്ല മൂർച്ചയുള്ള കത്തിയെ ഉപയോഗിച്ച് വളരെ നേരിയ വലുപ്പത്തിൽ മുറിച്ചെടുക്കുക. ഈ മുറിച്ചെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ടാസ്ക് തോന്നുന്നു. അത്രമാത്രം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. അപ്പം നല്ല മൂർച്ചയുള്ള കത്തി എടുക്കാൻ വേണ്ടി നോക്കുക. ഇതുപോലെ നല്ല നേരിയ രൂപത്തിൽ സ്ലൈസ് ചെയ്തിട്ടെടുക്കുക. ഈ പാർട്ടൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ നിങ്ങൾക്ക് അറിയാത്തവർക്ക് കാണിച്ചു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ചില ആൾക്കാർ വെറും മൈദ ഉപയോഗിച്ചിട്ട് പൊരിക്കാറുണ്ട്. അപ്പം ഞാനിത് വേറെ സ്റ്റൈലാണ് പൊരിക്കുന്നത്. അതിനുശേഷം ഒരു ബൗൾ എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് സോൾട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കുക. എന്നിട്ട് നമ്മളെ കിഴങ്ങ് മൊത്തത്തിലൊന്ന് ആഡ് ചെയ്തിട്ട് കുറച്ചൊന്ന് മുങ്ങാൻ പാകത്തിൽ വെക്കുക. ഇങ്ങനെ വെക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കിഴങ്ങിന് കുറച്ച് സോൾട്ടൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു 10 മുതൽ 20 മിനിറ്റ് വെച്ചാൽ മാത്രം മതി. ശേഷം വേറൊരു ബൗൾ എടുത്തിട്ട് നമുക്ക് മൈദ അതിലേക്ക് 2.5 കപ്പ് ആഡ് ചെയ്യുക. അതിനനുസരിച്ചിട്ടുള്ള സോൾട്ടും അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒരു സ്പെഷ്യൽ ഐറ്റം നമുക്ക് അതിൽ ചേർക്കാനുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം. ഒരു പിടി മല്ലി ഇലയും 2 പച്ചമുളകും കറിവേപ്പിലയും ഇത് 3 കുനുകുന മുറിച്ചിട്ട് അതിൽ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല ലൂസ് ബാറ്ററും അല്ല, വളരെ ടൈറ്റ് ബാറ്ററും അല്ല, ആ ഒരു രീതിയിൽ വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് കൊടുക്കുക. നമ്മൾ ഈ ഒരു മാവിലേക്ക് അരിപ്പൊടിയോ അങ്ങനെയുള്ള ഒരു ഐറ്റവും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. വെറും ഈ ഒരു സാധനങ്ങൾ മാത്രം മതി. നല്ല ക്രിസ്പിനെസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. എണ്ണയൊന്നും കുടിക്കാത്ത ഒരു അടിപൊളി പലഹാരം തന്നെയാണ്. അപ്പം ഞാൻ കുറച്ചായിട്ട് ഇതിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ടൈറ്റ് ആയിട്ടാണ് ഉള്ളത്, അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. നമ്മൾ ഈ സ്നാക്ക് റെഡിയാക്കുമ്പോൾ ഒരു ചട്നി എപ്പോഴും ആക്കുന്നതാണ്. അപ്പം ഇത് ആ ഒരു ചട്നി കൂട്ടുമ്പോഴാണ് അതിൻ്റേതായ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പം എൻ്റെ ഒരു ബാറ്റർ എന്ന് പറയുമ്പം ഇതുപോലെ ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ആയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. റെഡിയായ സ്ഥിതിക്ക് അപ്പോൾ ചട്നി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക്, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, പിന്നെ ഈ കഷ്ണം ഇഞ്ചി, ഇതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഫൈൻ പേസ്റ്റിൽ അരച്ചിട്ട് എടുക്കാം. അപ്പം ഫൈൻ പേസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് ഇടുക. വേറൊരു ഐറ്റവും ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നില്ല. അപ്പം അതും ചേർത്തതിന് ശേഷം ഇത് പൊട്ടി തുടങ്ങുമ്പം നമുക്ക് ഈ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാ ചട്നിയിൽ വേറെയും ഐറ്റംസൊക്കെ ചേർക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ചട്നി നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. അപ്പം ഞാനിതൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഈ മധുരക്കിഴങ്ങ് ഓരോന്നായിട്ട് മുക്കിയെടുത്തിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം പ്ലേറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.